പോലെ ചെറുപ്പക്കാരൊക്കെ പണിക്ക് പോയിട്ട് അവരൊക്കെ പുണ്ണാ പോയി കാണും. ദോശ കൂടി കിടക്കല്ലേ എടേ എന്നിട്ട് പണിക്ക് പോലെ കേട്ടോ. ഈ നശിച്ച തലയ്ക്ക് ഭ്രാന്തായി. മനുഷ്യന് ജീവിക്കാനും സമ്മതിക്കത്തില്ല. അടുക്കള ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി തരാനാടാ. അടുപ്പിലാണെങ്കിൽ ഇപ്പൊ പൂച്ച പറ്റുകയാണ്. കൂട്ടത്തിൽ കൊടുന്ന് കിടക്കണം. എന്തെങ്കിലും ചെയ്യണം. കൊണ്ടാരോടെ ഞാൻ അല്ല പിന്നെ കൊണ്ടാക്കി നേരത്തെ രണ്ട് വാഴ വെച്ചാൽ എന്റെ ഒരു അവസ്ഥ. എന്താണ് നീ നോക്കുന്നത്? നീ ആരോടാ കൈകൂടി സംസാരിക്കുന്നത്? തെറ്റ നല്ലയാണോ ഞാൻ? കുറെ നേരമായല്ലോ നിങ്ങൾക്ക് അമ്മയാണോ നോക്കുന്നത്? മനുഷ്യ മനസ്സിലാതെ മനുഷ്യൻ ജീവിക്കാൻ സമയത്തില്ലേ നിന്നെ പണ്ടാണ് ശരിയാ. നശിച്ച ജീവിതം കാണിച്ചു കൊടുക്കാൻ ഞാൻ. അയ്യോ ഈ തിരുനാൾ ഉറക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എങ്ങോട്ടാ പോലെ കൈ വെട്ടി നിൽക്കുന്ന അത് നോക്കുന്ന ഞാൻ എന്താ കിടക്കണം? അവിടെ നിൽക്കണം. വല്ലവന്മാരുമായിട്ട് പാതിരാത്രി വെള്ളം അടിച്ച് 4 കാലം തുണി പോരാനും വേണ്ടി നിങ്ങോട്ട് കേറാനാണ് പാവെങ്കിൽ അടിച്ചിട്ട് ചപ്പക്കുള്ള കിടക്കും. ഇപ്പൊ നടക്കുന്നല്ലായിരിക്കും. ചേട്ടാ മീറ്റർ എന്ത് മാറണമാണ് ഞാൻ എങ്ങോട്ടാണ് കളിക്കാൻ വരുന്നത്? ചേച്ചി ഞാൻ റീഡിങ് എടുക്കാൻ വേണ്ടി വന്നു. കൊള്ളാം. 2 മാസമായി ഇവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് പോയിട്ട് ഇപ്പോഴാണ് സാർ റീഡിംഗ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അതൊക്കെ പറഞ്ഞാൽ പോലെ എന്നോടെ കൊണ്ട് വരുന്നത് എന്റെ കുഞ്ഞമ്മയുടെ മോനെ പോലല്ലോ താൻ. വന്നോട്ടെ അങ്ങോട്ട് കളിക്കാൻ പറയാനായിട്ട്. എന്റെ പൊന്ന് ചേട്ടാ ആ തള്ളയ്ക്ക് മുന്നും പ്രാന്താണ്. ആ ചെറുക്കനാണെങ്കിൽ ഒരു കയറ് കൊടുത്തോണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. ആ പെണ്ണുമ്പിള്ളാണ് എന്റെ മണ്ടയ്ക്കോട്ടും കയറാൻ ഇച്ചിരി ഉണ്ട്. അത് വിട്ടുകളാ പറയണ്ട. ആ ചെലവുണ്ട്. അങ്ങോട്ട് വാ, പശുക്കഞ്ഞി കുടിക്കാം. ആ വട്ട. അണ്ണൻ എന്ത് പറ്റിയോ? എന്താണോ ഇങ്ങനെ കേറുന്നത്? നേരത്തെ കേറുന്നതിനൊക്കെ സമ്മതിക്കണം. ഈ എണ്ണം കെട്ടവന്മാരെ കണ്ടോണ്ട് വേണമല്ലോ. ഛേ, നമ്മുടെ മോനിച്ചനല്ലേ? ഇവനത് കയറ് കൊണ്ട് മാമന്റെ കൊണ്ടിരിക്കുന്നു. ആ മോനിച്ചനാണല്ലോ. അതെ ചാകാൻ നേരം കയറിയതാ. ചാകാൻ പോകുന്നു. എടാ അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓടാ ഇറങ്ങി വീട്ടിൽ വേറെ കള്ളു പിടിച്ചിട്ട് വീട്ടിൽ വിടാ. ഇത് വേറെ പണിയൊന്നുമില്ല. വീട്ടിൽ പോടാ. സാധനം സെറ്റാ. വിളിക്കുന്ന വിളിയ കോപ്പൻ. ഹലോ, എന്താടാ? എടാ നീ എവിടാടാ? എന്റെ പൊന്നളയാ, നിന്നെ വിളിക്കാൻ രാഹുകാലം നോക്കണോ? ഞാൻ എന്താ കാര്യം? എടാ നീ ഇങ്ങോട്ട് വാടാ. നമ്മുടെ റോഹിച്ചിന്റെ മോടെ മനസ്സമ്മമായിരുന്നു ഇന്ന്. പള്ളിക്കാരുടെ നല്ലൊരു കിണ്ണം കാച്ചി പുള്ളെടുത്ത് വെച്ചിട്ടുണ്ടോ ഓൾഡ് ബങ്ക്. പിന്നെ റോയി പുള്ളി ഓടാ വന്നു. നീ വന്നാ ഒരു ഷെയർ നിൽക്കുന്നില്ല.
ആ ഞാൻ നോക്കട്ടെ. നീ പെട്ടെന്ന് വാ, ഇത് ഞങ്ങൾ 3 പേർക്കും കൂടെ ഷെയർ ആക്കാനാ ഉള്ളത്. ആ ശരി, ഞാൻ നോക്കാം. പറയാം. എന്താടാ? ഞാൻ വരുന്നില്ല, പോ. നീ പെട്ടെന്ന് വാ, ഇത് ഞങ്ങൾ 3 പേർക്കും കൂടെ ഷെയർ ആക്കാനാ ഉള്ളത്. തള്ളയുടെ തെരുവിളി ഏൽപ്പിക്കാതെ ഇവന്മാര് കിടന്ന് ഉറക്കത്തിൽ. ഈ പണ്ടാരത്ത് നീ എങ്ങനെ ഇറങ്ങുന്നു? കുറെ നേരം ആയല്ലോ, എന്തോ ഈ പരിപാടി. അവനൊന്നിനെ നോക്കിയിരിക്കണത്. എന്നാ നമുക്ക് തുടങ്ങിയല്ലോ, നമുക്ക് തുടങ്ങാം. പൊട്ടിക്കുന്നുണ്ട്. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ സ്വർണ്ണ ചിറകുകൾ വീശി. നീ എവിടെ പോയി കിടക്കുവാ? എന്താ ഉണ്ടാക്ക? ചിറകുകൾ വീശി. 2 അടിച്ച വീലായിരുന്നു ഇവനൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അമ്മേ എന്താടി ചേട്ടനെ വിളിക്ക്. നിനക്ക് വേണമെങ്കിൽ വിളിക്കാം. മട്ടാച്ചേരായോ അടിച്ചുകൊണ്ട് നടക്കുന്നവരെയൊന്നും വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇല്ല പിന്നെ ഓനുവാസം കാണിക്കുന്ന. എടി കൊച്ചേ, നീ ഇങ്ങോട്ട് പാടി. എന്തിനാ ചേട്ടൻ ഇതൊക്കെ വലിച്ചു കയറ്റുന്നേ? ചേട്ടാ ഇതൊക്കെ വലിച്ചു കയറ്റിയ ചത്തുവും ചേട്ടാ. ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളയാ. ഇത് ഉള്ളത് കൊണ്ടാടി, ഇല്ല ഞാൻ ആ മാവേ കിടന്ന് അടിയാ. നീ മാവേലാടണ്ടാ, നീ വീട്ടിലോട്ട് വാ, നിന്നെ അടുക്കളയിലിട്ട് ഞാൻ ആട്ടിത്തരാം.